എല്ലാവർക്കും നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും വാവക്കുട്ടും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഉണ്ണിയൂട്ടുണ്ടായിരുന്നു കേട്ടോ. വാവക്കുട്ടനപ്പോൾ വഴിപാടിന് എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനും വാവക്കുട്ടും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു കപ്പങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി പറമ്പിലേക്ക് പോകട്ടോ. ഒന്നോ രണ്ടെണ്ണമൊക്കെ അതിലുണ്ടാവാറുള്ളൂ. അപ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ഒരെണ്ണം പറിച്ചൊക്കെ എടുത്ത് ഇടയ്ക്കൊന്ന് തോരൻ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് കൂടുതലും നാടൻ കറികളോടും അതേപോലെ പിന്നെ പെട്ടെന്നുണ്ടാക്കുന്ന തട്ടിക്കൂട്ട് കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴത്തെ അൽഫാമും കുഴിമന്തിയോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ കഴിക്കായികയൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും, എന്നാലും വലിയ ഇഷ്ടമൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ അച്ചയ്ക്ക് ഓട്ടോ ഇല്ല. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തോരനും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ കൊഴുവ നന്നാക്കിയത് അതും കൂടെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വറുത്തെടുക്കുകയും കൂടി വേണേ. അപ്പോൾ ഇതേ വാവക്കുട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കപ്പങ്ങയുടെ നിറമൊക്കെ കണ്ടിട്ട് ആളെന്നൊരു വെളുത്തിരിക്കണ എന്താ, ചുമന്നിരിക്കാത്ത, കുരു എന്താ വെള്ള കളറിരിക്കണേന്നൊക്കെ ഉള്ള ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ. ആൾ പഴുത്ത കപ്പളങ്ങയാണ് കൂടുതലും കണ്ടേക്കണം. അപ്പോൾ വെള്ള കളറിൽ കണ്ടപ്പോൾ ഇതൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ സ്പൂൺ വെച്ച് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കളയുവാണെങ്കിൽ നല്ല നീറ്റാവും സ്പൂൺ വെച്ച് കളയുമ്പോൾ. അപ്പോൾ ഞാൻ കളയണ കണ്ടപ്പോൾ വാവക്കുട്ടനും കൂടി കളയണം കേട്ടോ. അപ്പോൾ ആളെൻ്റെ സ്പൂൺ മേടിച്ച് അതൊന്ന് ചെയ്ത് നോക്കിയേ. പോണില്ലാന്ന് മനസ്സിലായപ്പോൾ എനിക്ക് സ്പൂൺ തിരിച്ചു തന്നു കേട്ടോ. അപ്പോൾ പുള്ളി എന്നെ പറയുക നല്ല ബലത്തിൽ കാണിക്കണം എന്നാലേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞതേ തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ ദേ ക്ലീനൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ കേട്ടോ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം എന്നൊക്കെ ഓർക്കും കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാവും കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതേ കപ്പങ്ങ നന്നാക്കിയൊക്കെ എടുത്ത് അതൊന്ന് അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി പുല്ല് പറിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. മുറ്റത്തൊക്കെ നിറയെ പുല്ല് പിടിച്ച് കിടക്കുവാണേ. ചെറിയൊരു മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നിറയെ പുല്ലായി. ഫ്രണ്ടിലൊന്നും അധികം പുല്ലില്ല, ബാക്കിലൊക്കെ നിറയെ പുല്ലായിട്ടോ. എല്ലാ ദിവസവും നമ്മൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ മിറ്റം അടിക്കുന്നത്, എന്നാലും പുല്ല് പിടിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പുല്ലൊക്കെ പിടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പുല്ലൊക്കെ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ മുറ്റമൊക്കെ നല്ല ഭംഗിയിൽ കിടക്കാനാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ പുല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയും. അപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട. വാവക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുല്ല് പറിക്കാൻ അമ്മയുടെ കൂടെ കൂടണം എന്നൊക്കെ പറഞ്ഞ് ആൾ ഓക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റിനും നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നന്നാക്കാനൊക്കെ നിന്നപ്പോൾ പുള്ളി എന്നെ കൂടെ ഉണ്ട് കേട്ടോ. വെയിലായാരണം ഞാൻ പുറത്തേക്ക് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയേക്കും. അല്ലെങ്കിൽ ആൾ ഒരു കുഞ്ഞ് സൈക്കിളുണ്ട്, അത് ഉന്തി ദേവുവിൻ്റെ അടുത്തേക്ക് പോവും, ദേവും ഇങ്ങോട്ടും വരും. രണ്ടുപേരും വെയിലത്തുനിന്ന് കയറില്ല കേട്ടോ. അപ്പം ഞാൻ പിടിച്ച് നിർത്തിയേക്കണ കാരണം എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ ഉണ്ട്. കപ്പങ്ങ നന്നാക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ വാവക്കുട്ടനും കൊടുക്കും കേട്ടോ. അതൊന്ന് ചെയ്തേ, ഇതൊന്ന് കൂടിയേ, സഹായിച്ചേ ഇതൊക്കെ പറയുമ്പോൾ ആളെൻ്റെ കൂടെ കൂടും കേട്ടോ. അപ്പോൾ കപ്പങ്ങ നന്നാക്കി തൊണ്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ വേഗം തന്നെ അത് കൊണ്ടുപോയി കളയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കൂടുമോ എന്ന് ചോദിച്ചപ്പം നമ്മൾ ദേഷ്യത്തിൽ പറഞ്ഞാൽ പുള്ളി ഒന്നും കൂടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ അതൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് കൂടി അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. ഇനി കഴുകി വാരിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണ്ടേ. അപ്പോൾ അവിടെ കാച്ചിലിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടം ചോദിക്കുക, അതെന്താ അപ്പം ഉണ്ടാക്കാത്ത അമ്മച്ചി, ഇതെന്താ കഴിക്കാത്തേ എന്നൊക്കെ ചോദിക്കുക. പൊന്നുകുട്ടീനെ പിറവത്താക്കാൻ വേണ്ടി പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി തോരൻ ഉണ്ടാക്കിയത് കപ്പങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ മുതൽ കപ്പങ്ങ കഴിക്കണം എന്നൊക്കെ ഒരാഗ്രഹം തോന്നി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നാട്ടോ ഉണ്ടാക്കുന്നത്. അമ്മച്ചി ഉണ്ടാക്കണ അത്രയും ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് അമ്മമാരുടെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. കഴുകി വാരിയൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേവിച്ച് അത് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഉലത്തെടുക്കുക കേട്ടോ ചെയ്യാറ്. ചിലരത് നേരെ കടുക് വറുത്തിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വേവിച്ചെടുത്തിട്ടാട്ടോ ചെയ്യാറ്. അമ്മച്ചി കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ടാട്ടോ ഉലത്തെടുക്കണേ. ഇവിടെ അച്ചയ്ക്കാണെങ്കിൽ തേങ്ങ ഒന്നും ഇടണ തോരനോടൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാനും ഇപ്പോൾ കൂട്ടി എനിക്കും അങ്ങനെ. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ടായിരുന്നു ഉലത്തിണ്ടായിരുന്നത്. ഞാനിതിപ്പോൾ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് മീൻ വറുക്കാനും കൂടി അപ്പുറത്ത് അടുപ്പത്തിൽ വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പുല്ല് പറിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് വെന്തുണ്ടാവുമല്ലോ. അപ്പോൾ മീൻ വറുക്കാനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും
കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ അതിലേക്ക് നമ്മുടെ കൊഴുവയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുക്കാനും കൂടി വെച്ചിട്ട് നമുക്ക് പുല്ല് പറിക്കാൻ പോകാമല്ലോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പുല്ല് കറിയും കഴിയും. അപ്പോഴത്തേക്കും കറിയും റെഡിയാവും, ചോറും കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം കുറച്ച് കൊഴുവ വറുത്തായിരുന്നു. അപ്പോൾ ഭയങ്കര ഉപ്പായിരുന്നു അതിനെ. അപ്പോൾ മര്യാദയ്ക്ക് കഴിക്കാനും പറ്റിയില്ല. അപ്പോൾ ബാക്കി ഇരുന്ന കൊഴുവയും ചാളയും കൂടി ആട്ടോ ഞാൻ നന്നാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. അപ്പോൾ ആ കൊഴുവയാണ് ഇപ്പോൾ വറക്കാൻ പോണത്. അപ്പം കൊഴുവ ഇത്തിരി വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നിരത്തി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വറക്കണുള്ളൂ കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് ഇങ്ങനെ മുക്കി വറുത്തെടുക്കണില്ല കേട്ടോ. ഇതേപോലത്തെ കൊഴുവയൊക്കെ നല്ല പീര വറ്റിക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ പീര വറ്റിച്ചൊന്നും അച്ചിക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. നമുക്ക് ആളുള്ള വീട്ടിലാണ് പീര വറ്റിച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിറവത്ത് ചെല്ലണം അങ്ങനത്തെ കറിയൊക്കെ കഴിക്കണമെങ്കിൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പീര വറ്റിച്ചതൊക്കെ. ഇപ്പം കൊഴുവയും ചാളയൊക്കെ അല്ലേ നമ്മൾ കൂടുതലും പീര വറ്റിച്ചെടുക്കണത്. അപ്പം എന്തായാലും വറുത്തെടുക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അതേ പുല്ല് പറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നിറയെ വള്ളിപ്പടർപ്പൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ. ഒരു പാമ്പ് പോലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ നിലത്തേ കൂടിയൊക്കെ നിറയെ പടർന്ന് കിടക്കുവാണ്. പുല്ലുകളൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളുള്ളൂ. നമുക്ക് തൂമ്പ് വെച്ചാണെങ്കിൽ കൊത്തി കളയാനും പറ്റില്ല. എന്നാൽ പറിച്ച് കളയാണെങ്കിൽ നന്നായിട്ട് കുഞ്ഞിത് വരെ നമുക്ക് പറിച്ച് കളയാനും പറ്റും. പിന്നെ ആണെങ്കിൽ ഒരു പേര നിൽക്കണ്ടേ, അതിനകത്ത് നിന്ന് കുറേ പഴുത്ത് പേരയ്ക്കൊക്കെ താഴെ വീണ് എല്ലാം ചളപളമായിട്ട് മുറ്റത്ത് കിടക്കണം. രാത്രിയൊക്കെ ആണെങ്കിൽ വവ്വാൽ കടിച്ച് ഇടണതും പകലാണെങ്കിൽ അണ്ണാൻ വന്ന് തിന്നണതും ഒക്കെ കിടക്കുവാണ്. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയാൽ കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ചെടുക്കാം. അപ്പോൾ സമയമൊന്നും കിട്ടാറില്ല. ഒരു ദിവസമൊക്കെ വല്ലപ്പോഴും നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ പോകാറേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ. പേരയ്ക്കുണ്ടെങ്കിലും ഒറ്റെണ്ണം പോലും ഈ പ്രാവശ്യം പേരയ്ക്കൊന്നും പറിച്ചില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ച് ഇവിടെ നമ്മൾ കഴിക്കുകയും ചെയ്തു, അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പറിക്കാനേ നിന്നിട്ടില്ല കേട്ടോ. അത് കാരണം പേരയ്ക്ക എല്ലാം പഴുത്തു പോയി. കുറേയൊക്കെ ഇപ്പോൾ പച്ചയായിട്ട് ഒരുവിധം വലുതായൊക്കെ വന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുല്ല് ഒരുവിധമൊക്കെ പറിച്ച് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ കുറച്ച് ഭയങ്കര വെയിലാണ്, നിൽക്കാനും കൂടി പറ്റണല്ലോ കേട്ടോ പറിക്കാൻ നിന്നപ്പോൾ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്ത കാരണം കാച്ചിലൊക്കെ നിന്നതൊക്കെ മുള വന്നു കേട്ടോ, പൊക്കത്തേക്ക് കയറി. അപ്പോൾ അവിടെ നിന്നൊരു കൊമ്പ് മുറിച്ചെടുത്തപ്പോൾ കാച്ചിൻ്റെ വള്ളിയായത് പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കിയത്തെ ഒരു കൊമ്പും കൂടെ വെട്ടാനുണ്ടായിരുന്നു, ഞാൻ വെട്ടിയില്ല കേട്ടോ. അത് പടർന്ന് മുകളിലേക്ക് നിന്ന കാരണം. അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ കപ്പങ്ങ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അത് ഒലത്തിയും കൂടെ എടുക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. വാവക്കുട്ടന് ചെറുതായിട്ട് വിശപ്പൊക്കെ ആയി തുടങ്ങി. ആൾ പുല്ല് പറിക്കാൻ എൻ്റെ കൂടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്തേ. ഇപ്പോൾ വെയിലാണെന്നും പറഞ്ഞ് പിന്നെ പോയി സൈക്കിൾ ചവിട്ടി ആൾ പോയിട്ടോ. അപ്പം ഞാൻ കപ്പങ്ങ ഒലത്തുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇടിച്ചിട്ട് ഒലത്തു കേട്ടോ. എനിക്ക് ഒലത്തണയിൽ വെളുത്തുള്ളി കൂടുതലിടണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇടിച്ചെടുത്തിട്ട് സാധനം ഒലത്തി നമ്മുടെ കപ്പങ്ങയൊക്കെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് മീൻ വറുത്തത് ഏകദേശം പാകമൊക്കെ ആയിരിക്കണ്ടേ. അപ്പോൾ അതൊന്ന് മറിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കപ്പങ്ങയും റെഡി, അതേപോലെ കൊഴുവ വറുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൂണോടും കഴിഞ്ഞാൽ ഏകദേശം ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇത്തിരി നേരം ഒന്ന് ഉറങ്ങണം.